بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം സത്യവിശ്വാസികളാണ്, മുഅ്മിനുകളാണ്. അല്ലാഹുവിൻ്റെ ഹബീബായ പ്രവാചകന്റെ ഉമ്മത്താണ്. നാം പരസ്പരം കടിച്ചു കീറി പരസ്പരം കാഫിറാക്കുന്ന സ്വഭാവം നമുക്ക് ഭൂഷണമല്ല. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതും അതല്ല. ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ നാം കണ്ടു കഴിഞ്ഞവരാണ്, അറിഞ്ഞു കഴിഞ്ഞവരാണ് സത്യവിശ്വാസികളെ കാഫിറാക്കുന്ന, പരസ്പരം കാഫിറാക്കുന്ന സ്വഭാവങ്ങൾ. വിശിഷ്യ പണ്ഡിത വേഷധാരികൾ പോലും, തലപ്പാവും ദാടിയും വെച്ച പണ്ഡിത വേഷധാരികൾ കാഫിറാക്കുന്നത് എത്രത്തോളം ഗൗരവമായ നിലയിലാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ മസ്ജിദുകളെ, ഖുത്ബിയ്യത്ത് നടത്തുന്ന പള്ളികളെ അമ്പലങ്ങളായി ചിത്രീകരിക്കുകയാണ്. ആ പള്ളികളിലെ ഇമാമുമാരെ സ്വാമിമാരും പൂജാരികളുമായി വിശേഷിപ്പിക്കുകയാണ്. അവരുടെ പുറകിൽ തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല, നമസ്കാരം ശരിയാവുകയില്ല, ഷിയാക്കളെ പോലെയാണ്, ഇത്യാദി ജൽപ്പനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ന്യായങ്ങൾ നിരത്തി വെക്കുകയാണ്. നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും സക്കാത്ത് കൊടുത്താലും ഹജ്ജ് ചെയ്താലും അവർ മുസ്ലിമേ അല്ല എന്നാണ്. ഇത് ഈ ജൽപ്പനം നടത്തിയ വ്യക്തി പറയുന്ന കാര്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനമായി നിരോധിച്ച കാര്യമാണെന്ന് മനസ്സിലാക്കണം. ഒരു മുഅ്മിനിനെ, മുസ്ലിമിനെ കാഫിറാക്കുക ഗൗരവമേറിയ കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഖാല റജുലു ലി അഖീഹി, തൻ്റെ സഹോദരനോട് ഒരാൾ പറഞ്ഞാൽ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരങ്ങളാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചത്. ആ സഹോദരനോട് ഒരാൾ പറഞ്ഞാൽ, യാ കാഫിറു, കാഫിറേ എന്ന് പറഞ്ഞാൽ, എന്ന് വിളിച്ചാൽ, അവൻ കാഫിറാണെന്ന് പറഞ്ഞാൽ, ഫഖദ് ബാഅ ബിഹാ, ആ കുഫറുമായിട്ട് അവൻ മടങ്ങുന്നതാണ്. അഹദുഹുമ, രണ്ടാൽ ഒരാൾ കുഫറുമായിട്ട് മടങ്ങുന്നതാണ്. ഫൈൻ കാന കമാ ഖാല, അങ്ങനെയാണെങ്കിലോ പറയപ്പെട്ട വ്യക്തി, കാഫിറാണെന്ന് വിളിക്കപ്പെട്ട വ്യക്തി, അയാൾ കാഫിറാണെങ്കിൽ അതുപോലെ തന്നെയാണ്, അഥവാ ഫഹുവ മിൻ അഹ്ലിഹ, അവൻ കുഫറിൻ്റെ അഹ്ലുകാരിൽപ്പെട്ടയാളാണ്. പക്ഷെ വൈല്ല, അങ്ങനെ അല്ല എങ്കിൽ, ആ വിളിക്കപ്പെട്ടയാള് കുഫറിന് ഉടമയല്ല എങ്കിൽ, കാഫിർ അല്ല എങ്കിൽ, റജഅത്ത് അലൈഹി, അയാളിലേക്ക്, വിളിച്ചയാളിലേക്ക് ആ കുഫ്രിയത്ത്, കുഫർ മടങ്ങുന്നതാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നാം മനസ്സിലാക്കണം, ഇവിടെയും ഹദീസിന്റെ മഹത്തുക്കൾ, പണ്ഡിതന്മാർ, ഇമാമുമാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ഇവിടെ കാഫിറെ എന്ന് വിളിച്ചയാള് ആ വിളിച്ചയാളിലേക്ക് മടങ്ങുമെന്ന് പറയുന്നത് കുഫ്രിയത്തിലേക്ക് അകപ്പെടാൻ കാരണമാകുന്ന കാര്യമാണെന്നാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞയാൾ കാഫിറാണ്, അയാൾ കാഫിറാകും എന്നും തീർത്ത് പറയുന്നത് ശരിയല്ല. കാരണം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് 14-ാമത്തെ ആയത്തിലുണ്ട്, വൈദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ എന്ന് പറയുന്ന സത്യനിഷേധികൾ, കപടവിശ്വാസികൾ എന്ന് പറയുന്ന മുനാഫിക്കുകൾ, അവർ
പുറമേ മുഅ്മിനായിട്ട് നടിക്കുന്നു, അഭിനയിക്കുന്നു, ഉള്ളിൽ അവരുടെ കുഫ്രിയത്താണ്, ഈമാൻ ഇല്ല. വൈദാ ലഖുല്ലദീന ആമനു, സത്യവിശ്വാസികളെ അവർ കണ്ടുമുട്ടിയാൽ കാലു, അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. വൈദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരുടെ അടുക്കിലേക്ക്, അവരുടെ ആളുകളുടെ അടുക്കിലേക്ക് അവർ തനിച്ച് ചെന്നാൽ, അവരുമായിട്ട് തനിച്ചാൽ, കാലു, അവർ പറയും ഇന്നാ മഅക്, ഞങ്ങൾ എന്താണ് നിങ്ങളോടൊപ്പമാണ്. അവർ പറയും ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇന്നമാ നഹ്നു മുസ്തഹസിഊൻ, ഞങ്ങൾ അവരുടെ കൂടെ കൂടിയത് അവരെ കളിയാക്കാൻ വേണ്ടിയാണ്, പരിഹസിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. അപ്പം ഈ മുനാഫിക്കുകൾ, അന്ന് മുനാഫിക്കുകൾ കുഫ്രിയത്തിൻ്റെ ഉടമകളാണ്. അതുപോലെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ആയത്തുൽ മുനാഫിഖ് സലാസുൻ, കപടവിശ്വാസിയുടെ മുനാഫിക്കിൻ്റെ അടയാളം 3 മറ്റു റിപ്പോർട്ടിൽ 4 സംസാരിച്ചാൽ കള്ളം പറയുക, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക, പിണങ്ങിയാൽ അസഭ്യം പറയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെ തുടങ്ങിയ കാരണങ്ങൾ മുനാഫിക്കിൻ്റെ അടയാളമാണ്. അപ്പോൾ അടയാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുനാഫിക്കാണ്, അവൻ കാഫിറാണെന്ന് പറയാൻ പാടില്ല. കുഫ്രി നിഫാഖിൻ്റെ അടയാളമാണ് മഹാനെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന്. എന്നതുപോലെ ഇവിടെ കുഫ്രിയത്തിലേക്ക് മടങ്ങും, അയാൾ വിളിക്കപ്പെട്ടയാൾ കാഫിർ അല്ല എങ്കിൽ ആ കുഫ്ർ അവനിലേക്ക് മടങ്ങും എന്ന് മഹാനീയ പ്രവാചകൻ പറഞ്ഞത് കുഫ്രിയത്തിൽ അകപ്പെടാൻ കാരണമുണ്ട് എന്ന് നമ്മൾ പറയുക. ഈ വിളിച്ചയാളും കാഫിറാണ് നമ്മൾ പറയാൻ പോകണ്ട. മറ്റൊരു റിപ്പോർട്ടിൽ അബൂ ദർറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, നബി തങ്ങൾ പറയുന്നത് ഞാൻ അദ്ദേഹം കേട്ടു എന്ന്. മൻ ദഅ റജുലൻ, ഒരാളെ വിളിച്ചു, ബിൽ കുഫ്രി, കുഫ്ർ കൊണ്ട് വിളിച്ചു, അല്ലെങ്കിൽ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ എന്ന് വിളിച്ചു. വലൈസ കദാലിക, അവൻ അങ്ങനെയല്ല, അവൻ കുഫ്രിയത്തിനുടമയല്ല, അള്ളാഹുവിൻ്റെ ശത്രുവല്ല. ഇല്ല ഹാറ അലിഹി, അവനിലേക്ക് അത് മടങ്ങാതിരിക്കൂല, മടങ്ങും എന്ന് പറഞ്ഞാൽ കുഫ്രിയത്തിലേക്ക് അവൻ, ഈ വിളിക്കുന്നവൻ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മൂമിനീങ്ങളെ കുഫ്ർ കൊണ്ട് കാഫിറാണ് എന്ന് വിളിക്കുന്ന വളരെ സൂക്ഷിക്കണം. കുഫ്റിൽ അകപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. കുത്തുബിയത്ത് നടത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഈ പള്ളികൾ, വാന്നൽ മസാജിദിലില്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികൾ മസ്ജിദുകൾ അള്ളാഹുവിൻ്റെ ഭവനമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പള്ളികളെ അമ്പലങ്ങളായി ചിത്രീകരിക്കുന്നു. അതുപോലെ അവിടുത്തെ ഇമാമിങ്ങളെ സ്വാമിമാരും പൂജാരികളുമായി ചിത്രീകരിക്കുകയാണ്. എന്താണ് ഈ കുത്തുബിയത്ത്? അതിൻ്റെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള പ്രാർത്ഥന എന്താണ്? തവസ്സുലാണ്, ഇടതേടലാണ്. മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ഇടതേടലാണ്, തവസ്സുലാണ്. കാണാൻ കഴിയും അതിൻ്റെ ആരംഭത്തിൽ അല്ലാഹുവേ ലാ നർജു ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല. വലാ നർഗബു ഇല്ലാ ഇലൈക, നിന്നിലേക്കല്ലാതെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വലാ നദുഉ ഗൈറക, നീ അല്ലാത്തവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. അല്ലാഹുമ്മ ഇലൈക, അല്ലാഹുവേ ഇലൈക, നിന്നിലേക്ക് നഷ്കൂ, ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. മാ നസല ബിനാ മിൻ ബലായിൻ വബായിൻ വഖൗഫിൻ വളഉഫിൻ, ഞങ്ങൾക്ക് വന്നെത്തിയ വിപത്തുകൾ. അതെന്താണ് ആ വിപത്തുകൾ? അത് വ്യാധികൾ, അതുപോലെ തന്നെ ഭയം. ഞങ്ങൾക്ക് വന്നെത്തിയ വിപത്തുകൾ, വ്യാധികൾ, ഭയം, ദൗർബല്യം ഇത്യാദി കാര്യങ്ങളെ തൊട്ട് നിന്നോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു, പരാതിപ്പെടുന്നു. ഇവിടെ തവസ്സുലാണ് വരുന്നത്, അല്ലാതെ ഇവിടെ ഇസ്തിഗാസ വരുന്നില്ല. ഇതിൻ്റെ അവസാനത്തുള്ള ദ്വാവും അത് തന്നെയാണ്. അപ്പോൾ കുത്തുബിയത്ത് കൊണ്ട് ഉദ്ദേശിച്ച തവസ്സുല്, ഇടതേടുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇടയിൽ ഒരാളെ കൊണ്ടുവരിക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തവസ്സുൽ ചെയ്തുകൊണ്ട് മഹാനായ പ്രവാചകൻ്റെ ദാത്തുകൊണ്ട്, ഹക്കുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്യാദി കാര്യങ്ങളെ കൊണ്ട് ഇടതേടുക, നബിതങ്ങളെ കൊണ്ടും സ്വാലിഹായ അമലുകൾ കൊണ്ടും മഹാന്മാരെ കൊണ്ടും ഇടതേടൽ അത് അനുവദനീയമാണ്, അത് മുസ്തഹബാണ് എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. ഇവിടെ ഖുതുബിയത്തിലാണെങ്കിൽ അതിൽ അപാകതയായിട്ട് നമുക്ക് കാണാൻ പെട്ടെന്ന് മനസ്സിലാകുന്ന മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നുണ്ടല്ലോ, യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി.
മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. സഹായം തേടുക എന്ന് പറഞ്ഞ ഈ തവസ്സുല്, ഈ ഇസ്തിഗാസക്ക് തവസ്സുലി എന്നും പറയും, തശഫുഅ എന്ന് പറയും, അതുപോലെ തന്നെ തവജ്ജുഹ് എന്ന് പറയാം. കിതാബുകൾ, ഇമാമിങ്ങൾ അവരുടെ കിതാബുകളിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വലാ ഫർഖ ബൈന ദിക്രി തവസ്സുലി വൽ ഇസ്തിഗാസത്തി വത്തശഫുഇ വത്തവജ്ജുഹി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ബിഗൈരിഹി മിനൽ അംബിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്, അതുപോലെ മറ്റ് നബിമാരെ കൊണ്ട് തവജ്ജുഹ്, തശഫുഅ, ഇസ്തിഗാസ, തവസ്സുലി എന്നെല്ലാം പറയാം. ഇടതേടുക, ഇതിനെല്ലാം ഇടതേടുന്നതിന് പറയുന്ന മറ്റ് പേരുകളാണ്. ഇത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഹാഷിയ അലൽ ഇലാഹിൽ കാണാൻ കഴിയും, 1-ാം വാള്യത്തിൽ. അതുപോലെ തന്നെ ശിഫാഉ സഖാമിൽ കാണാൻ കഴിയും ഇതേ ആശയം തന്നെ. ഖുതുബിയത്തിൽ നമുക്ക് സംശയത്തിന് കാരണം മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കലാണ്. അപ്പോൾ അവിടെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും മറ്റ് മഹത്തുക്കളെ നമ്മൾ വിളിക്കുന്ന കൊണ്ടുള്ള ഉദ്ദേശം അത് യഥാർത്ഥം അല്ല, ഹഖീഖത്തല്ല, മജാസാണ് എന്നാണ്. എന്താണ് കിതാബുകൾ ഫിഖ്ഹ് ബിഗിയയിൽ പറയുന്നത്? വഖൗലു ശഖ്സിൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ വാക്ക്, അവൻ പറയുന്നത്, യാ ഫുലാൻ, മഹാനവറുകളെ, മുഹീദ്ദീൻ ശൈഖേ, ബദരീങ്ങളെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്ന ആ വാക്ക്, ഇന്ദ വുഖൂഇഹി ഫീ ശിദ്ദത്തിൻ, ഏതെങ്കിലും ഒരു ആപൽഘട്ടത്തിൽ അവൻ അകപ്പെടുമ്പോൾ അവൻ വിളിക്കുന്ന ഈ വാക്ക്, ദാഖിലും ഫി തവസ്സുലി, തവസ്സുലിൽ പ്രവേശിക്കുന്നതാണ്. ബിൽ മദ്ഉബി ഇലല്ലാഹി തആല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ കൊണ്ടുള്ള ആ തവസ്സുലിൽ പ്രവേശിക്കുന്നതാണ് ഈ വിളി. പിന്നെ വസർഫുൻ നിദായി, ഈ വിളിയെ തിരിച്ചതോ ഇലൈഹി, ഈ മഹാനിലേക്ക്, മുഹീദ്ദീൻ ശൈഖിലേക്ക്, അല്ലെങ്കിൽ ബദരീങ്ങളിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔലിയാക്കളിലേക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരിലേക്ക് ഈ വിളിയെ തിരിച്ചത് മജാസുൻ, അത് മജാസാണ്. എന്താ മജാസ് എന്ന് പറഞ്ഞാൽ? വ്യംഗ്യാർത്ഥ പ്രയോഗമാണ്. ഒരു വാക്ക് ഉപയോഗിക്കേണ്ടുന്ന സ്ഥാനത്ത് അതിനോട് ബന്ധമുള്ള മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നതിനാണ് ഈ മജാസ് എന്ന് പറയുക. അവിടെ പറയുന്നു ലാ ഹഖീഖത്തുൻ, ഹഖീഖത്തല്ല, ഇത് മജാസാണ്. ഇങ്ങനെ ഈ വിളിയെ തിരിച്ചത് ഹഖീഖത്തല്ല. ഹഖീഖത്തല്ല എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ ആലങ്കാരികമല്ലാത്ത യഥാർത്ഥ അർത്ഥം. അപ്പം യഥാർത്ഥ അർത്ഥമല്ല ഇവിടെ ഉദ്ദേശം. അപ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ബദരീങ്ങളെ വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രവാചകനെ വിളിക്കുന്നു, അതുകൊണ്ടുള്ള യഥാർത്ഥ ഉദ്ദേശം അവരെ വിളിക്കലല്ല, അള്ളാഹുവിനെ ഉദ്ദേശിക്കലാണ്. എന്താണ് അവിടുത്തെ വൽമാന ആശയം? എന്താണ്? ആ വിളി നേരിട്ട് വിളിക്കുകയാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ആശയം എന്താണ്? യാ ഫുലാനു എന്ന് വിളിക്കുന്നു. ഫുലാനെ അതവസ്സലു ബിക ഇലാ റബ്ബി, നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ഞാൻ ഇടതേടുകയാണ്, ഞാൻ ഇടതേടുന്നു നിങ്ങളെ കൊണ്ട്. അവിടുത്തെ ഉദ്ദേശം അതാണ്. എന്തിനിടതേടുന്നു? ഐ യഖീല അസ്റതി, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാൻ നിങ്ങളെ കൊണ്ട് ഞാൻ ഇടതേടുന്നു. ഔ യറുദ്ദ ഗായിബി, അല്ലെങ്കിൽ എന്നിൽ നിന്നും നാട് വിട്ടുപോയ ഒരാളെ അള്ളാഹു മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, തവസ്സുൽ ചെയ്യുന്നു, നിങ്ങളെ ഞാൻ ഇടതേടിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഫൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ചോദിക്കപ്പെട്ടയാൾ ഹുവല്ലാഹു തആല, അള്ളാഹു തആലയാണ്. അപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആലയെ വിളിച്ചാൽ, ബദരീങ്ങളെ വിളിച്ചാൽ ഈ ഉദ്ദേശത്തോടുകൂടെ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, അവരെ തവസ്സുലാക്കുകയാണ് എന്ന ഉദ്ദേശമാണ്. അവിടെ മജാസാണ്, ഹഖീഖത്തൻ യഥാർത്ഥ ഉദ്ദേശമല്ല. ബിഗിയ 330 കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം തെളിവുകൾ നിരത്തിവെക്കാനുണ്ട്. അതൊന്നും പറഞ്ഞുകൊണ്ട് പോകാനുള്ള സമയമല്ല. ചുരുക്കത്തിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കി തന്ന ഈ കാര്യം ശ്രദ്ധിക്കുക. പരസ്പരം ഈ വിഷം ചീറ്റിയ, തലപ്പാവും ദാടിയും ധരിച്ച ഈ വ്യക്തി വിഷം ചീറ്റിയതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം ചീറ്റി കുഫ്രിയത്തിനെ ആരോപിക്കാൻ പാടില്ല. അതാർക്കും ഭൂഷണമല്ല. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണെങ്കിലും നൂതനാശയത്തിൻ്റെ ഉടമകളാണെങ്കിലും കുഫ്രിയത്ത് കൊണ്ട് ആരോപിക്കപ്പെടുന്നത്, വിളിക്കപ്പെടുന്നത്, അള്ളാഹുവിൻ്റെ പള്ളിയെ അമ്പലമാക്കപ്പെടുന്നത്, ആ പള്ളിയിലെ ഇമാമിങ്ങളെ സാമ്യമാരും പൂജാരികളുമാക്കി തീർക്കുന്നത്,
അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. പ്രവാചകൻ നിരോധിച്ച കാര്യമാണ്, നിഷിദ്ധമാക്കിയ കാര്യമാണ്. ഒരാളിൽ അല്പമെങ്കിലും ഈമാനുണ്ടെങ്കിൽ അയാളെ കുഫ്രിയത്ത് കൊണ്ട് ആക്ഷേപിക്കുന്നത് സൂക്ഷിക്കണം. ആക്ഷേപിക്കുന്നവൻ, ആരോപിക്കുന്നവൻ കുഫ്രിയത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അവനിലേക്ക് അവൻ കുഫ്രിയത്തിലാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കുഫ്രിയത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിതെല്ലാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. തവസ്സുലിനെ കുറിച്ചുള്ള തെളിവുകൾ, ഇസ്തിഗാസയെക്കുറിച്ച് ധാരാളം നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇസ്തിഗാസ അപകടം പിടിച്ച മേഖലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അല്ലാഹ് തീരുമാനിക്കാതെ നടക്കൂല. അല്ലാഹ് ഉദ്ദേശിച്ചത് ഇവിടെ നടക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ, അള്ളാഹു കൊടുത്ത കഴിവ്, ആ കഴിവാണ് അവർക്കുള്ളത്. അല്ലാതെ അവർക്ക് സ്വമേധയാ കഴിവ് അവർക്കില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അവർക്ക് സ്വന്തമായിട്ട് കഴിവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസത്തോടുകൂടെ ഈ മഹത്തുക്കളെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുമ്പോൾ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്യുന്നു എന്ന ഉദ്ദേശമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അള്ളാഹു അവനാണ് ഖാദിർ, എല്ലാറ്റിനും കഴിവുള്ളവൻ. മുഅസ്സിർ, അവനാണ് സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവൻ, അള്ളാഹുവാണ്. മഹത്തുക്കൾക്ക് യാതൊരു തഅസീർ, സ്വയം സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിക്കൂല എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി ഖുത്ബിയത്ത് ചെല്ലുന്നതിൽ അപകടമില്ല. മറിച്ച് സ്വയം അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന് ഇതിൽ യാതൊരു തഅസീറുമില്ല, സ്വാധീനവുമില്ല, മുഹിദ്ദീൻ ശൈഖിനാണ്, അല്ലെങ്കിൽ ബദരീങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇന്ന ഔലിയാക്കൾക്കാണ്, മുഹിദ്ദീൻ ശൈഖിനാണ്, അല്ലെങ്കിൽ അസ്ഹാബുൽ ബദരീങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇന്ന ഔലിയായിനാണ്, വലിയനാണ്, അള്ളാഹുവിന് യാതൊരു സ്വാധീനവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ കുഫ്രിയത്തിൽ അകപ്പെടും. അത് സൂക്ഷിക്കണം. സാധാരണക്കാർ അങ്ങനെ മനസ്സിലാക്കുമെന്നും അള്ളാഹു അല്ല, മുഹിദ്ദീൻ ശൈഖാണ്, അല്ലെങ്കിൽ ബദരീങ്ങളാണ്, അല്ലെങ്കിൽ മറ്റേ ഇന്ന ഔലിയാക്കളാണ് നമ്മെ സഹായിക്കുന്നത്, അള്ളാഹുവിന് ഇത് യാതൊരു തഅസീറുമില്ല, സ്വാധീനം ചെലുത്തലുമില്ല എന്ന് വിശ്വസിക്കും സാധാരണക്കാർ. ആ വിശ്വാസത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണമെന്നും അത് മനസ്സിലാക്കി കൊടുക്കണമെന്നും എല്ലാം കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. ആ ചിന്താഗതി ഉണ്ടാകും. അതിൽ നിന്ന് സമൂഹത്തെ പിന്തിരിപ്പിക്കണം എന്ന് ബിഗയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അള്ളാഹനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔലിയാക്കളാണ് എല്ലാ കാര്യങ്ങളും, അവർക്ക് സ്വയം സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തിലാണെങ്കിൽ കുഫ്രിയത്തിൽ പോകും. അതിൽ സംശയമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതുപോലെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരെ ഈ ഇസ്തിഗാസ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിച്ചാലും അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവെ മുഹിദ്ദീൻ ശൈഖിൻ്റെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണേ, ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണേ എന്ന ആ തവസ്സുലാണെങ്കിൽ അവിടെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അപകടമാണ്, അപകട മേഖലയാണ്. അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായ നമ്മെ പരസ്പരം കുഫ്രിയത്ത് ആരോപിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആർക്കും നല്ലതല്ല. അത് ഏത് വിഭാഗമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുഫ്രിയത്ത് ആരോപിക്കുന്നത് നല്ലതിനല്ല. നമ്മുടെ ആഖിബത്ത് നന്നാകണം. കുഫ്രിയത്തിൽ അകപ്പെടാൻ സാധ്യമാകുന്ന കാരണമാകുന്ന കാര്യങ്ങളാണ്. ആഖിബത്ത് നന്നാകണം. ആഖിബത്ത് നന്നാകാൻ വേണ്ടി നമ്മൾ എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കേണ്ടവരാണ്. അതുകൊണ്ട് കുഫ്രിയത്തിൽ അകപ്പെടാൻ നമ്മൾ അതിന് തയ്യാറാകരുത്. അതിന് നമ്മൾ ആരും മറ്റുള്ളവരെ ആരോപിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാം, മറ്റുള്ളവരൊക്കെ നരകത്തിലാണ് എന്നൊരു ചിന്താഗതി നമുക്ക് നല്ല കാര്യമല്ല, നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇഹബര നന്മകൾ കരസ്ഥമാക്കുന്ന വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റഹീമിനായ തമ്പുരാൻ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ എല്ലാവരെയും അള്ളാഹു അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരാണെങ്കിലും
അവരുടെ എല്ലാവിധ രോഗങ്ങൾക്കും അള്ളാഹു പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹുദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.